പോലത്തെ കാലയിൽ ഇങ്ങനെ ബസ് ബസ് ചാവക്കാട് കുമ്പള അവിടെ കണ്ടല്ലേ. അപ്പൊ വീട്ടിൽ പോകുമ്പോ എന്തായാലും രണ്ടെണ്ണം കൊണ്ട് ഉറപ്പണിക്ക് ഉറപ്പത്. ഇത് പഴുത്താൽ ഞങ്ങൾ മുറിച്ചത്. പക്ഷേ എൻ്റെ ഉമ്മ മാത്രം മുഖത്ത് തേക്കും. ഇനി അടുത്ത് കാണിച്ചു തരാൻ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയ ഒരു കുഞ്ഞൊരു വീഡിയോ ഇട്ടാണ് ഞാൻ വന്നേക്കണേ. ഞാൻ ചെമ്പരത്തി കാണിച്ചാൽ ചെമ്പരത്തി പൊട്ടിച്ചിട്ടില്ല. ഇത് ശ്രീയുടെ ഇത് മാടിക്ക് പിടിച്ചിട്ട് നെറ്റി മടിച്ചട്ടേ എന്ന് പറഞ്ഞൊരു സൗണ്ട് വരും. കാണിച്ചതാ ഇതിന്റെ പേര് സൺഫ്ലവർ റോസ്. ഭൂമിന്റെ പേരറിയാം, ഇതിന്റെ പേരറിയില്ല. ഈ മധുരത്തിന്റെ ഐഡോണോ പേരറിയില്ല. ഇതാണ് ഞങ്ങൾ അവിടുത്തെ പുള്ളിമരം. ഇവിടെ പൂവൊക്കെ ഇടണുള്ള നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കാം. ഞാൻ കുഞ്ഞത് അടുത്ത ഇവിടുത്തെ പുളിക്കൊക്കെ നല്ല കയ്പ. ഇതിന് കയ്പുണ്ടാവും എനിക്കറിയില്ല. അത് കുഴപ്പമില്ല. ഞാൻ കുമ്പളങ്ങയും കുരുമുളകും തൈ കാണിച്ചു. കുരുമുളകിന്റെ തൈ ഇട്ടാ കുരുമുളക് അവിടെ ഇതാണ്. ഇവിടെ കുരുമുളക് കണ്ട ഗൈസ്, കുരുമുളക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊട്ടിച്ച് കറിയിലിട്ടു. ഞങ്ങൾ ഇവിടുത്തെ കുമ്പളങ്ങ കാണാൻ പോവാ. ഓക്കെ, ഇതാ നമ്മളെ കുമ്പളങ്ങ ഉണ്ട്. വാ കുമ്പളങ്ങ കണ്ട. ഓക്കെ, കുമ്പളങ്ങ എടുക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ്. അതാ കുമ്പള അവിടെ കണ്ടല്ലേ. അപ്പൊ വീട്ടിൽ പോകുമ്പോ എന്തായാലും രണ്ടെണ്ണം കൊണ്ട് ഉറപ്പണിക്ക് ഉറപ്പത്. ഇത് ഞങ്ങളെ ചാമ്പക്കമരം. ഇത് കറുകം. എന്തൊക്കെ ഇതിന്റെ പേരുണ്ടായിരുന്നു? കറുകം അല്ലേ? കറുകം. ഇത് നെയ്ച്ചോന്ന് ബിരിയാണി വെക്കാൻ ഇതിന്റെ എല്ലായുടെ മണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ എല്ലായുടെ മണം നല്ല മണം. ഈ ബിരിയാണിയിൽ നെയ്ച്ചോറിൽ ഇടുമ്പോ ഒരു മണം ഉണ്ടാവില്ലേ? എന്തിനാണിത്? അതിന്റെ മണമാണ് ഈ ഇലക്കിട്ടാം. നല്ല മണം, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ ചുറ്റണം ഇത്തിരി വാഴകൾ അങ്ങനത്തെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചത് മാവ്. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ സാധനങ്ങൾ. ഞങ്ങൾക്കൊരു തെങ്ങുണ്ട്. തെങ്ങ് തലമണ്ടൊക്കെ എപ്പോഴാ തേങ്ങ വീഴാൻ നമുക്ക് പറയാൻ അറിയില്ല. പായോ ഇനി കുമ്പളല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മത്തങ്ങ. മത്തൻ എവിടെ? നമ്മളെ മത്തൻ അവിടെ ഉണ്ട്. അവിടെ മുറുകെ ഇവിടെ വേണം മത്തൻ. മത്തൻ്റെ ഇത് കുഞ്ഞേത് ഇവിടെ കാണുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് കൊള്ളിയുടെ ഒക്കെ അടുത്തടുത്ത മത്തൻ വന്നേക്കണേ. എന്നാ മത്തന് നമ്മളെ കൊള്ളിച്ചെടിയാണ് കേട്ടത്. കൊള്ളിച്ചത് അതിൻ്റെ ഈ കമ്പിൻ്റെ കളർ വ്യത്യാസം ഉണ്ടല്ലേ? പിങ്ക് കളറ്. നമ്മളെ ഒരു കൊള്ളി അവിടെ വലുതായിട്ടുണ്ട്. പിന്നെ മാവ് മരം, മാങ്ങ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാലും നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതെന്താ പച്ചമുളക്? ഇതാണ് എൻ്റെ സ്വത്തുമണി പപ്പായ. ഞാൻ അവിടെ എന്നും ഓണത്തിൻ്റെ വെക്കേഷനിൽ ഇവിടെ വന്നിട്ട് പപ്പായ കുടിച്ചിട്ടാണ്. അത് ഇത്രക്കായിട്ടാ ഗൈസ്. ഇത് പഴുത്താൽ ഞങ്ങൾ മുറിച്ചേക്കും. പക്ഷേ എൻ്റെ ഉമ്മ മാത്രം മുഖത്ത് തേക്കും. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മേലെ കയറി. ഞാനങ്ങനെ കയറാറുമില്ല ഇവിടേക്ക്. എന്നെ ആരും കൊണ്ടിട്ട് വിടാറില്ലേ, കയ്യിരിപ്പ് കാരണം ആണോന്ന് എനിക്കറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളെ കണിക്കൊന്നത്തെ പൂവൊക്കെ വിരിഞ്ഞിട്ടാ. ഈ കണിക്കൊന്നയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഏപ്രിലാകുമ്പോൾ എല്ലാതും ഉണ്ടാവും, പക്ഷേ വിഷു ആകുമ്പോൾ മാത്രം എല്ലാതും കൊഴിഞ്ഞു പോകും. അതാണ് കണിക്കൊന്നയുടെ പ്രത്യേകത. സോറി ഗൈസ്, എനിക്കറിയാണ്ട് തെറ്റിപ്പറ്റിയതാണ്. ജനുവരിയിൽ പൂ വിരിയും, പക്ഷേ വിഷു ആകുമ്പോൾ ഏപ്രിൽ വിഷു ആകുമ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോകും. അതാണ് കണിക്കൊന്നയുടെ പ്രത്യേകത. മാജിക് കാണിച്ചത് ഗൈസ്. നടന്ന് ക്ഷീണിച്ചു ഗൈസ്, എല്ലാവരും പറഞ്ഞു തന്നിട്ടും. ഇനി നമുക്കൊന്ന് ഇത്തിരി ചിക്കൻ എന്നാലും. പിന്നെ എനിക്ക് ഇവിടെ വന്നാൽ
എപ്പോഴൊക്കെയാണ് ചിക്കൻ പിന്നെ അത് എൻ്റെ ടെസ്റ്റിലാണ് എൻ്റെ ബേബി ഉണ്ടാക്കി തന്നത്. എന്ന് വരുന്നുണ്ടെന്ന് അത് വിളിച്ച് പറയുമ്പോൾ അപ്പം ചിക്കൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വെറുതെ ബേബി അറിയാണ്ട് നമ്മൾ വന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് പിന്നെ ഉണ്ടാക്കും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പം എല്ലാ ദിവസം നമുക്ക് അല്ലാതെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.